2024 ഡിസംബർ 25, അതായത് 2 ദിവസം മുന്നേ അസർബൈജാൻ എയർലൈൻസിൻ്റെ ഒരു യാത്രാ വിമാനം കസാക്കിസ്ഥാനിലെ അക്തോ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ്ങിനിടെ തകർന്നു വീണു. ഈ അപകടത്തിൽ 38 പേർ മരണപ്പെടുകയും 29 പേർ രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ സംഭവത്തിൽ നമ്മൾ മുസ്ലിങ്ങൾക്ക് ഒരുപാടധികം ചിന്തിക്കേണ്ട ഒരു സംഭവം നടന്നിട്ടുണ്ട്. പലരും ഇതിൻ്റെ വീഡിയോ പല സമൂഹ മാധ്യമങ്ങളിലും കണ്ടിട്ടുണ്ടാകും. ഇസ്ലാമിക പാഠങ്ങൾ നമ്മെ പല പ്രതിസന്ധികളിലും മാനസികമായോ ആത്മീയമായോ നിർദ്ദേശങ്ങൾ നൽകുന്നു. കസാക്കിസ്ഥാനിലുണ്ടായ ഒരാൾ ഷഹാദത്ത് കലിമ ആവർത്തിച്ച് ജീവിതത്തിൻ്റെ അവസാന നിമിഷം എന്ന് അയാൾ കരുതുന്ന ആ ഒരു നിമിഷം അയാൾക്ക് ഷഹാദത്ത് കലിമ ആവർത്തിച്ച് ചൊല്ലാൻ പറ്റുന്നു. ഇതൊരു ചെറിയ ഉദാഹരണമാണ്. മറവിയുടെ നിമിഷങ്ങൾ പോലും ഈമാനുമായും അള്ളാഹുവിനോടുള്ള സമർപ്പണമായിരിക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഉദാഹരണം. മരണം അതൊരു ശരിയായ സത്യമാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഓരോ ജീവനും മരണത്തിൻ്റെ രുചി അനുഭവിക്കുമെന്നുള്ളത്. അപ്പോൾ മരണത്തെ ഓർത്തുകൊണ്ടുള്ള ജീവിതം നമ്മെ എല്ലായ്പ്പോഴും അത് നല്ല പാതയിലാക്കി മാറ്റും. ജീവിതത്തിൻ്റെ അവസാന നിമിഷം അള്ളാഹുവിനെ തന്നെ സ്മരിക്കുക ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാളുടെ അവസാന വാക്കായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉദ്ധരിച്ചാൽ അവനെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടും. നമ്മുടെ ജീവിതം എവിടെയോ എങ്ങനെയോ അവസാനിക്കാം. ജീവിതം എപ്പോഴും താൽക്കാലികമാണെന്നും മരണത്തിന് ഒരു നിമിഷത്തിൽ തന്നെ എത്തിച്ചേരാമെന്നും ഈ ഒരു സംഭവം അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പാപങ്ങൾക്കായി അള്ളാഹുവിനോട് എപ്പോഴും ക്ഷമ ചോദിച്ചു കൊണ്ടിരിക്കുക. ദിനം പ്രതി നമസ്കാരവും ദുആകളും പുണ്യപ്രവർത്തികളും ചെയ്തു നടക്കുക. മരണത്തിന് വേണ്ടി എല്ലായ്പ്പോഴും നമ്മൾ തയ്യാറായിരിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ ഇതൊരു ഓർമ്മപ്പെടുത്തലായിരിക്കട്ടെ. പോലുള്ള സംഭവങ്ങൾ നമ്മെ സങ്കടത്തിലാക്കുന്നു. എന്നാൽ ഇത് വലിയ ചിന്ത നൽകുന്ന, ജീവിതം എപ്പോഴും താൽക്കാലികമാണെന്നും മരണത്തിന് ഒരു നിമിഷത്തിൽ തന്നെ എത്തിച്ചേരാമെന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ്.